ഇപ്പോൾ വിശദമായ ഒരു പത്രക്കുറിപ്പ് ജില്ലാ കളക്ടർ ഇറക്കുമ്പോഴായിരിക്കും എല്ലാ പേരും എല്ലാ വിശദാംശങ്ങളും വച്ച് ചികിത്സയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം ആരോഗ്യമന്ത്രി വിശദീകരിക്കും. സംഭവത്തിൽ പൊള്ളലേറ്റും പരിക്കേറ്റും ഇവിടെ എത്തിച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ കൃത്യമായ ചികിത്സ ലഭ്യമാകുന്നു എന്നുള്ളത് ഉറപ്പാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരും ഡയറക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവരും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും DMOയും സൂപ്രണ്ടും എല്ലാവരും DPMO എല്ലാവരും ചേർന്നുള്ള അവലോകന യോഗമാണ് ഇവിടെ നടന്നത്. ജില്ലാ കളക്ടർ മീറ്റിങ്ങിൽ പങ്കെടുത്തു. അതുപോലെ ജില്ലാ പോലീസ് മേധാവി ഇതിൽ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ നിലവിൽ 13 പേരാണ് ഇവിടെ പരിക്കേറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ 10 പേര് ICUയിലാണ് ഉള്ളത്. 5 പേർക്ക് അവരുടെ ഇഞ്ചുറി അധികം പൊള്ളൽ ഏറ്റിട്ടില്ല, പരിക്കുകൾ കുറവാണ്. എന്നാൽ അവർ ICUയുടെ ചികിത്സ, തീവ്രപരിചരണ വിഭാഗത്തിൻ്റെ ചികിത്സ ആവശ്യമായിട്ടുള്ളവരാണ്. 5 പേർക്ക് തീവ്രമായി നല്ല പൊള്ളലേറ്റവരും നല്ല പരിക്കുള്ളവരുമാണ്. അതിൽ തന്നെ 2 പേർ വെന്റിലേറ്ററിലാണ്. അതായത് 13 പേർ ഇവിടെ പരിക്കേറ്റും പൊള്ളലേറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ 10 പേർ ICUയിലാണ്. 5 പേരുടെ നില കുറച്ച് ഗുരുതരമാണ്. അതിൽ 2 പേർ വെന്റിലേറ്ററിലാണ്. 7 മൃതശരീരങ്ങളാണ് ഹോൾ ബോഡി ആയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ബാക്കി 9 ബോഡി പാർട്സ് ആണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുകയാണ്. 4 ബോഡികളാണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. 4 ബോഡികളിൽ 2 മൃതശരീരങ്ങൾ വിട്ടു കൊടുക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ മൃതശരീരങ്ങളും നമ്മുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബോഡി പാർട്സ് ആയിട്ട് കിട്ടിയിട്ടുള്ള ശരീരഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ ശരീരഭാഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന നിലയിലുള്ള ശരീരഭാഗങ്ങളുമുണ്ട്. അപ്പോൾ ആ ശരീരഭാഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന അങ്ങനെ ആളുകൾ എത്തുകയാണെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. എന്നിരുന്നാലും അല്ലാത്തവ അതുൾപ്പെടെയുള്ളവ DNA പരിശോധന നടത്തുന്നതിന് അതിനു വേണ്ടിയിട്ടുള്ള സാമ്പിൾ എടുക്കും. അപ്പം നാളെ അതിരാവിലെ തന്നെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ നിന്ന് ഉള്ള വിദഗ്ധർ DNA പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് സാമ്പിൾ എടുക്കുന്നതിന് വേണ്ടി അതിരാവിലെ തന്നെ ഇവിടെ എത്തും. അപ്പോൾ ബോഡി പാർട്സിൻ്റെയും തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെയും സാമ്പിളുകൾ എടുത്ത് അവയുടെ DNA പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നടത്തും. അപ്പോൾ ബന്ധുക്കൾ എത്തുന്ന മുറയ്ക്ക് അവരുടെ സാമ്പിൾ ചിലത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവ ബന്ധുക്കളുടെ കൂടി ബോഡി സാമ്പിളുകൾ എടുത്ത് DNA പരിശോധനയിൽ മാച്ച് ചെയ്യുന്നത് അവർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ആ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് നടപടികൾ സ്വീകരിക്കാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ഇവിടെ ചികിത്സയിലുള്ള എല്ലാവർക്കും തന്നെ വളരെ കൃത്യമായിട്ടുള്ള ചികിത്സ നൽകുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട്. നമ്മുടെ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിനും സംവിധാനത്തിനും പുറമെ DMO, ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടേഴ്സിൻ്റെ സംഘത്തിൻ്റെയും പിന്തുണയുണ്ട്. മറ്റ് ജില്ലകളിൽ നിന്ന് ഉള്ള ഡോക്ടേഴ്സ്, ഇപ്പം തിരുവനന്തപുരത്ത് നിന്നും കോട്ടയത്ത് നിന്നും എറണാകുളത്ത് നിന്നും അതോടൊപ്പം തന്നെ കോഴിക്കോട് നിന്നും വിദഗ്ധരുടെ സംഘം, പ്ലാസ്റ്റിക് സർജൻസ്, മറ്റ് സർജറി ഡിപ്പാർട്ട്മെൻറ്റിലെ വിദഗ്ധർ, അതോടൊപ്പം ഓർത്തോ വിഭാഗത്തിലെ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് ഒരു ടീം എത്തിച്ചേർന്നു. ബാക്കിയുള്ളവർ ഇന്ന് രാത്രി പുലർച്ചെയുമായിട്ട് എത്തിച്ചേരും. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഒരു പേഷ്യൻറ്റിന് തന്നെ 3 മിനിമം ഡോക്ടേഴ്സിൻ്റെ ഒരു സേവനം ലഭ്യമാകുന്ന നിലയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൂടാതെ ഒരു മാനസിക പിന്തുണ ലഭ്യമാകുന്ന നിലയിൽ ഇപ്പോൾ നിലവിൽ 13 പേർ ചികിത്സയിൽ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് പൊള്ളലൊന്നുമില്ലാതെ ഒരാൾ കൂടി വന്നിട്ടുണ്ട്. 14 പേരുണ്ട്. ആളെ കൂടി അദ്ദേഹത്തിനൊരു ഏതെങ്കിലും തരത്തിലുള്ളൊരു അസ്വസ്ഥതയോ, കാരണം ഈ ഒരു സംഭവത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഒരാളാണ്. അതുകൂടാതെ ഒരാൾ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇവിടെ പോയി എന്നുള്ളതും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 15 പേരാണ്. പക്ഷെ അത് ഇപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട രാജീവ് മിനിസ്റ്റർ പറഞ്ഞതുപോലെ ജില്ലാ കളക്ടർ PRDയുടെ വാർത്താക്കുറിപ്പ് ഉണ്ടാകും, ഇപ്പോൾ ഉണ്ടാകും, രാവിലെയും ഉണ്ടാകും. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയിക്കും. അതുകൂടാതെ ജില്ലാ കളക്ടറേറ്റിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്, ആശുപത്രിയിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ഇതെല്ലാം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഡെപ്യൂട്ടി കളക്ടർ കോർഡിനേറ്റ് ചെയ്യും. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ചും ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരെയും മാധ്യമ പ്രവർത്തകരെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഒരു മാനസിക പിന്തുണ നൽകുന്നതിനും ഇതിലൊരു ആശങ്ക ഉണ്ടായ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ സംഭവത്തിൽ
കണ്ട അല്ലെങ്കിൽ രോഗികളായിട്ടുള്ള ബന്ധുക്കളായിട്ടുള്ള എല്ലാവർക്കും ആ നിലയിലുള്ള കൗൺസിലിംഗ് ആവശ്യമായിട്ടുള്ളവർക്ക് അതുകൂടി ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന എല്ലാ ചികിത്സയും ഇവർക്ക് ലഭ്യമാക്കി. 2 പേരുടെ കാര്യം പറഞ്ഞല്ലോ, വെന്റിലേറ്ററിലാണ്. 5 പേർക്ക് നല്ല ഗുരുതരമായിട്ടുള്ള ബേൺസ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരെയും തന്നെ തിരിച്ച് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്ര പരിശ്രമമാണ് നടത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.